children, welcome to my channel LK Star Max Class. ഇന്ന് നമ്മൾ എക്സസൈസ് 5.3 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അതിനകത്ത് സെക്കൻഡ് പോർഷനാണ് കേട്ടോ. ഫൈൻഡ് ദ സംസ് ഗിവൻ ബിലോ. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. -5 പ്ലസ് -8 പ്ലസ് -11 പ്ലസ് കണ്ടിന്യൂഷൻ. ദെൻ ലാസ്റ്റ് ടേം ഈസ് വാട്ട്? -230. ഓക്കെ, സോ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതാം. an = a + n - 1 × d. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എടുത്തെഴുതാം? എ ആദ്യം എടുത്തെഴുതാം. എ എന്ന് പറയുന്ന ആരായിരിക്കും? നമ്മുടെ ഫസ്റ്റ് ടേം -5 ആണ്. ഇനി നമുക്ക് ഇവിടെ an ഉണ്ടല്ലോ, സോ an കൂടി എടുത്തെഴുതാം. an എന്ന് പറയുന്നത് എന്താണ്? ഈ ലാസ്റ്റ് ടേം ആയിട്ടുള്ള -230. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കണ്ടെത്തണം? ഡിഫറൻസ് കാണണം. ഡിഫറൻസ് കാണാനായിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. -8 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് -5 ആണ്. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി, ഇവിടെ -8 ആണ്. ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായി? +5 ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. വെറും 3 അല്ല കേട്ടോ, -3 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. ഇനി ഈ ഇക്വേഷനിലേക്ക് ഇതൊക്കെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. an എന്ന് പറയുന്നത് നമുക്കറിയാലോ -230 ആണ്. സോ an-ൻ്റെ സ്ഥാനത്ത് ഞാനിവിടെ -230 എഴുതുകയാണ്. ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് എന്താ എഴുതാം? നമുക്ക് -5. ദെൻ പ്ലസ് നമുക്ക് n-1 അറിയില്ല, സോ അതങ്ങനെ തന്നെ കൊടുക്കുക. ദെൻ ഡിഫറൻസ് നമുക്കിവിടെ കിട്ടിയല്ലോ, -3 കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? ഇനി നമ്മൾ എന്തായിരിക്കും? നമുക്ക് ഈ -230നെ എടുത്തെഴുതാം. ദെൻ അതുപോലെ ഈ -5നെ ഇപ്പുറേക്ക് കൊണ്ടുപോകാം. ഈക്വൽ സൈൻ ഇപ്പുറേക്ക് വരുമ്പോൾ ട്രാൻസ്പോസ് ആവും. സോ വി ഗോട്ട് വാട്ട്? +5 ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കി എന്താ ഉള്ളത്? ഇവിടെ n-1 × -3 ആണ് നമുക്കിവിടെ ഉള്ളത്. ക്ലിയർ? അടുത്തത് ഇതിൽ നിന്ന് 5 റെഡ്യൂസ് ചെയ്യണം. ഇവിടെ മൈനസും പോസിറ്റീവ് ആയതുകൊണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -225 കിട്ടി. ഈക്വൽ ടു n-1 × -3. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ -225ഉം ഈ -3നെ ഇപ്പുറേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി? ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ ഇൻറ്റു അല്ല, ഇൻറ്റു വരുന്ന സമയത്ത് -3 ആയതുകൊണ്ട് നമുക്കിവിടെ വരുമ്പോൾ എന്ത് ചെയ്തു? ഇത് ഡിവിഷനായിട്ട് മാറും. -3 ഈക്വൽ ടു ബാക്കി എന്തുണ്ട്? n-1. ഇനി ഇതിൽ എത്ര ടൈംസ് ആയിരിക്കും പോവുക? കണ്ടോ, ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇതും കട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ ബാക്കി 3 കൊണ്ട് 225നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 75 കിട്ടും. സോ 75 ഈക്വൽ ടു n-1. ഓക്കെ, ഇനി നോക്കിയേ, ഈ 75 എടുത്തെഴുതി ഈ 1നെ ഇപ്പുറേക്ക് കൊണ്ടുവരാം. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് വീണ്ടും -1 ആയതുകൊണ്ട് ഇവിടെ +1 ആയിട്ട് മാറി. ഈക്വൽ ടു n. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 76 = n. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടിയല്ലേ? n = 76. ഇവിടെ വെച്ച് കഴിഞ്ഞോ? ഇല്ല അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സംസ് ഗിവൻ ബിലോ എന്നാണ്. സോ സം കാണാനുള്ള ഫോർമുല നമുക്ക് എഴുതുക. Sn = എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? n/2 ഇൻറ്റു, ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം തന്നിട്ടുള്ളതുകൊണ്ട് n/2 ഇൻറ്റു a + l നമുക്ക് കൊടുക്കാം അല്ലേ? ലാസ്റ്റ് ടേം എന്താണ്? -230 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി എടുത്തെഴുതാം. എന്താ? n = എന്താണ്? 76. a = എത്രയായിരുന്നു? -5. ക്ലിയർ? ദെൻ l എന്തായിരുന്നു? -230. ആ ലാസ്റ്റ് ടേം കേട്ടോ. ഇത് ഫസ്റ്റ് ടേം, ഇത് ലാസ്റ്റ് ടേം, ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം. S7 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? S76. ഇനി n/2 എന്ന് പറയുമ്പോഴോ 76/2. ദെൻ a ആരാണ് ഇവിടെ? -5 പ്ലസ് l ആരാണ്? -230. ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ, ഈ 76ൽ 2 പോകും അല്ലേ? 76ൽ 2 എത്ര ടൈംസ് ആയിരിക്കും പോവുക? 38-ലല്ലേ പോകുന്നത്? അതായത് നോക്കിയേ, 2 3s are 6. ബാലൻസ് ഒന്ന് ഇങ്ങോട്ട് ചേർത്ത് വെച്ചപ്പോൾ 16 ആയി. ദെൻ 8. അപ്പോൾ ഇത് ടോട്ടലായിട്ട് എത്ര ടൈംസ് പോയി? 38 ഇൻറ്റു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? രണ്ടും ഇവിടെയും മൈനസാണ്, ഇവിടെയും മൈനസാണ്. സോ നമ്മൾ ആഡ് അല്ലേ ചെയ്യുക. ആഡ് ചെയ്തിട്ട് ആൻസറിന് വന്നിട്ട് കൊടുക്കും? നെഗറ്റീവ് ഇട്ട് കൊടുക്കും. സോ ഇത് 5 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടി? 235 കിട്ടി. ഇനി ഇവിടെ 38ഉം -235ഉം കൂടി നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? -8,930 ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഓക്കെ, സോ സം ഓഫ്, നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? സം ഓഫ് 76 ടേംസ് ഈക്വൽ ടു 8,930. Clear ആയല്ലോ?